പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. 1 പത്രോസ് 4 അധ്യായം 10 വചനം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നെന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് നാം ഇന്ന് വായിച്ചത്. ദൈവം ഓരോരുത്തർക്കും വരം നൽകിയിരിക്കുന്നു. അത് സ്വന്തം മഹത്വം വർദ്ധിപ്പിക്കുവാനല്ല, പരസ്പരം സേവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വരം ലഭിച്ച എല്ലാവരെയും ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗ്രഹവിചാരകൻ എന്ന് പറഞ്ഞാൽ തനിക്കുള്ള സ്വന്തം സ്വത്തിനേക്കാൾ, തനിക്കുള്ള എല്ലാറ്റിനേക്കാളും യജമാനൻ്റെ സ്വത്തിനെ വിശ്വസ്തയോടെ നഷ്ടം വരാതെ കൈകാര്യം ചെയ്യുന്നവനാണ് നല്ല ഗ്രഹവിചാരകന്മാർ. നമുക്കുള്ള കഴിവുകളും ആത്മീയ വരങ്ങളും ഒന്നും നമ്മുടെ ആരുടെയും സ്വന്തമല്ല. അത് ദൈവം കൃപയാൽ വിശ്വാസത്താൽ നമുക്ക് നൽകിയതാണ്. ഈ കൃപാവരങ്ങൾ, കൃപാദാനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ. എല്ലാവർക്കും ഒരുപോലെയല്ല ദൈവം പ്രാപ്തി കൊടുക്കുന്നത്. നാം ആരും ഒഴിവാക്കപ്പെട്ടവരുമല്ല എന്നും ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും ദൈവം എന്തെങ്കിലുമൊക്കെ വരങ്ങൾ ദാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പ്രസംഗിക്കാനുള്ള വരമായിരിക്കാം, മറ്റൊരാൾക്ക് ആളുകളെ സേവിക്കുവാനുള്ള വരമായിരിക്കാം, ചിലരെ ആശ്വസിപ്പിക്കുവാനുള്ള വരം ആണ് ദൈവം ചിലർക്ക് നൽകുന്നത്. ചിലർക്കാകട്ടെ പ്രാർത്ഥിക്കുവാനുള്ള വരമാണ്, രോഗശാന്തിക്കുള്ള വരമുണ്ട്. അങ്ങനെ ദൈവം ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവകൃപയുടെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. അതുകൊണ്ട് നാം ഒരിക്കലും മറ്റൊരാളുമായിട്ട് നമ്മെ താരതമ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല. പകരം ദൈവം നമുക്ക് നൽകിയതിനെ ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരെന്ന് എണ്ണിക്കൊണ്ട് വിശ്വസ്തയോടെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അന്യോന്യം ശുശ്രൂഷിപ്പിൻ എന്ന് ഇവിടെ പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചിന്തയിൽ മുന്നേറേണ്ടതല്ല. എൻ്റെ സഹവിശ്വാസിക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന ചിന്തയാണ് നമ്മെ നയിക്കേണ്ടത്. സഭ ഒരു ശരീരമാണല്ലോ. ഓരോ അവയവവും പ്രവർത്തിക്കുന്നത് മറ്റൊരവയവത്തിന് വേണ്ടിയാണ്. എല്ലാ അവയവങ്ങളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരം ആരോഗ്യമുള്ളതായിട്ട് മാറുന്നത്. സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യുന്നത്, അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടവയാണ്. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ വേണം. ദൈവവചനം സംസാരിക്കുന്നവർ അതിനെ ഒരു പ്രോഗ്രാമായിട്ട് കാണാൻ പാടില്ല. അത് സ്വന്തം ചിന്തയിൽ രൂപപ്പെട്ടതായിട്ട് പറയാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ വേണം പങ്കുവയ്ക്കുവാൻ. ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകണം. അതായത് എല്ലാം മറ്റുള്ളവരുടെ ആത്മീയ വർധനവിന് കാരണമാകണം. നാം വായിച്ച വചനത്തിൻ്റെ അവസാന ഭാഗത്ത് എല്ലാറ്റിൻ്റെയും ലക്ഷ്യം അവിടെ ക്ലിയറാണ്. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരണം. നമുക്ക് കഴിവുകൾ, പ്രാപ്തി ഇതെല്ലാം ദൈവം തന്നത്, ഇതെല്ലാം പ്രവർത്തിച്ച് പ്രശംസ നമുക്കുണ്ടാകുവാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുവാൻ, പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയാണ്.
ദൈവം നമുക്ക് തരുന്ന വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ യേശുക്രിസ്തു മഹത്വപ്പെടണം. ഞാനെന്തോ വലിയ ആളാണ്, എനിക്കെന്തോ വലിയ വരങ്ങളുണ്ട് എന്ന് എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയാൻ വേണ്ടിയല്ല, അവരെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുവാൻ വേണ്ടിയും അല്ല ഞാൻ ചെയ്യേണ്ടത്. യേശുക്രിസ്തു മൂലം ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും പ്രാപ്തിയും, അതായത് വരങ്ങൾ നാം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് മാറേണ്ടത്. ദൈവത്തിൻ്റെ വരങ്ങളെല്ലാം ദൈവം തന്നിരിക്കുന്നു. അത് ചെലവഴിക്കുക, വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനെ ഒരിക്കലും നാം മറച്ചു വയ്ക്കരുത്. മറ്റുള്ളവരുടെ ആത്മീയ വർധനവിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് നാം ഉപയോഗിക്കണം. നാം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കണം. അത് ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് സംസാരിക്കണം. നാം മറ്റുള്ളവരെ സേവിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ശക്തിയോടെ നാം സേവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് നാം മാറും. ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ ലോകത്ത് വെളിപ്പെടും. യേശുക്രിസ്തു അങ്ങനെ ഉയർത്തപ്പെടും. സകലരും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടും. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾ കേട്ടു. ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാതെ ചെയ്യുവാനും കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ ആമേൻ.